വാഴയിലയിൽ പൊതിഞ്ഞ തനി നാടൻ പൊതിച്ചോറ് തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം. ഹോം ഡെലിവറിക്കും എല്ലാത്തരം കാറ്ററിംഗിനും വിളിക്കൂ 9745781654. ഹരിതകർമ്മസേന അംഗങ്ങൾ, പിന്നെ പഞ്ചായത്തിലെ ജീവനക്കാർ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ പേരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ കുളത്തൂപ്പുഴ മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു വീട് പോലും ഒഴിവാക്കാതെ എല്ലാ വീടുകളും അതിന്റെ പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ സാംക്രമിക രോഗങ്ങൾ, കൊതുകുകൾ മുഖേന വരുന്ന രോഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും, നിങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. പ്രദേശത്തുള്ള എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ ക്യാമ്പയിനാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. ഇത് കേവലം ഒരു ദിവസമായി നടത്തി അവസാനിക്കുന്ന പ്രക്രിയയല്ല. ഇത് മഴക്കാലത്തിന് മുമ്പായിട്ട് തുടങ്ങുകയും മഴക്കാലം അവസാനിക്കുന്നത് വരെ തുടരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്രാവശ്യം 2 കാര്യങ്ങൾ അപ്രതീക്ഷിതമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും മറ്റും നടന്നതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻപ് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്, മഴക്കാലം അപ്രതീക്ഷിതമായി ഇപ്രാവശ്യം വളരെ നേരത്തെ എത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തനങ്ങൾ അല്പം താമസിച്ചതായി തോന്നുന്നത്. എന്തായാലും ശരി, ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം അവസാനവും ഈ മാസം ആരംഭത്തിലൊക്കെ ജനകീയ തലത്തിൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന 2 അവലോകന യോഗങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാർട്ട്, വാർഡ് തല ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാർഡ് തല ആക്ഷൻ പ്ലാനുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു ആക്ഷൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടൈം ടേബിൾ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കിണറുകളിലെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ ജനകീയ ക്യാമ്പയിൻ എല്ലാ വാർഡുകളിലും നടക്കുകയാണ്, എല്ലാ ആളുകളെയും. അപ്പോൾ ഇതില് ഉദ്യോഗസ്ഥരെന്നോ അനുദ്യോഗസ്ഥരെന്നോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ കൊതുക് പെരുകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, ചിരട്ടകളിലും മറ്റു പാത്രങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുക, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ചവറുകൾ എവിടെയെങ്കിലും കൂടിക്കിടക്കുക. ഈ അവസ്ഥകളൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ഇടപെടൽ, അത് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ, തദ്ദേശ ഭരണ വകുപ്പ് മാത്രമല്ല ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും അവരവരുടെ സ്ഥാപനങ്ങൾ